വേദിയെ സദസ്സിനെയും സാന്നിധ്യവും വാക്കുകൾക്കും ധന്യമാക്കുന്ന പ്രിയപ്പെട്ടവരെ, മാതൃഭാഷയും പ്രാദേശിക ചരിത്രവും എന്ന വിഷയമാണ് എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെടുന്നത്. ഭാഷകൾക്ക് ചരിത്രമുണ്ട്, മാതൃഭാഷയ്ക്ക് ചരിത്രമുണ്ട്. ലോക മാതൃഭാഷാ ദിനത്തിൽ തന്നെയും സവിശേഷമായ ഒരു ചരിത്രമുണ്ട്. അങ്ങനെയുള്ളതുകൊണ്ടാണല്ലോ ഇന്ന് 73 വർഷങ്ങൾക്കപ്പുറം ഇന്നേ ദിവസം ധാക്ക സർവകലാശാലയിലെ മുറ്റത്ത് അന്നത്തെ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ വെടിയേറ്റ് വീണ ചെറുപ്പക്കാരെ ഓർക്കാൻ ഇത് നമ്മളിവിടെ കൂടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ മാതൃഭാഷാ ദിനത്തിന്റെ സവിശേഷമായ പ്രാധാന്യം, പ്രത്യേകിച്ച് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഒരു സംസ്ഥാനത്തിൽ ഇരുന്ന് ഒരു കാലത്ത് മദ്രാസ് അസംബ്ലിയുടെ ഭാഗമായിരുന്ന ഒരു പ്രദേശത്തിരുന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അതിനൊക്കെ ചരിത്രപരമായ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കും. എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ് പ്രശ്നം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം എന്ന് പറയുന്നത് ബുർജ് ഖലീഫയല്ല, അത് ഭാഷയിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും വലിയ മതിൽ ചൈനയുടെ വൻമതിലല്ല, അത് ഭാഷയിലാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. താജ്മഹലിനേക്കാൾ സുന്ദരമായ സൗന്ദര്യങ്ങൾ സ്ഥാപിതമായിരിക്കുന്നതും ഭാഷയിലാണ്. ഈ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഭാഷയുടെ ചരിത്രത്തെക്കുറിച്ച്, അതിൽ പ്രാദേശിക ചരിത്ര നിർമ്മിതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, അതിന്റെ സൗന്ദര്യ തലത്തെക്കുറിച്ച് ഒക്കെ നമ്മൾ അന്വേഷിക്കുകയാണ്. പ്രാദേശിക ചരിത്രം അല്ലെങ്കിൽ ചരിത്രം എന്ന് പറയുമ്പോൾ ചരിത്രത്തിന് ശേഷമാണല്ലോ നമ്മൾ പ്രാദേശിക ചരിത്രത്തെ കുറിച്ച് ആലോചിക്കേണ്ടത്. നമ്മുടെ ചരിത്രത്തെ വിഭജിക്കുന്നത് തന്നെ ചരിത്ര കാലഘട്ടവും ചരിത്രാതീത കാലഘട്ടവും എന്നാണ്. എന്താ ഈ ചരിത്രാതീത കാലഘട്ടം? എഴുതപ്പെട്ട ചരിത്രം ഇല്ലാത്ത കാലമാണ്. ചരിത്രം ഇല്ലാന്നല്ല, നമുക്കൊരു ലിഖിത ചരിത്രം ഇല്ല. ലഭ്യമായ ഉപാദാനങ്ങളുടെ ഡാറ്റകൾ, ദത്തങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് കൃത്യമായ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം രൂപപ്പെടുത്തിയെടുക്കാൻ പരിമിതികളുണ്ട്. ഇതാണ് പ്രാചരിത്ര ഘട്ടത്തിന്റെ അല്ലെങ്കിൽ പ്രീ ഹിസ്റ്റോറിക് പീരീഡിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. അവിടുത്തെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കറിയാം, എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കജന ലിഖിതമുള്ളത് എടയ്ക്കൽ ഗുഹയിലാണ്. ഏറ്റവും സമീപകാലത്തെ ഗവേഷണങ്ങൾ എടയ്ക്കലിൽ കാണുന്ന ചിത്രങ്ങൾക്ക് തൊട്ടപ്പുറത്ത് അവിടുന്ന് 5 കിലോമീറ്റർ അപ്പുറത്ത് തൊവരിയിൽ കാണുന്ന ഇത്രയും കാലം നമ്മൾ ചതുരമെന്നോ വൃത്തമെന്നോ രേഖ അല്ലെങ്കിൽ ജാമിതീയ രൂപങ്ങൾ എന്നൊക്കെ വിചാരിച്ചു പോയാൽ അതൊക്കെ സൈന്ധവ ബ്രാഹ്മി ലിഖിതങ്ങളാണ് എന്ന് തിരിച്ചറിയുന്നത്. അപ്പൊ അവിടെ ഇങ്ങോട്ട് പല തരത്തിലുള്ള ചരിത്ര സൂചനകൾ, പ്രത്യേകിച്ച് വയനാടിന്റെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശാൻ പര്യാപ്തമായ രേഖകൾ. എന്താ പ്രശ്നം അറിയോ? ഇതൊക്കെ പലപ്പോഴും മിത്തുകളുമായി, പുരാതനങ്ങളുമായി, നാടൻപാട്ടുകളുമായി, കഥകളുമായി ഒക്കെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നുണ്ടാണ്. അതിൽ നിന്ന് ഇതിലൊക്കെ അടർത്തിയെടുക്കുക, കൃത്യമായ ഒരു രൂപം നൽകിയെടുക്കുക എന്നുള്ളതാണ് പ്രാദേശിക ചരിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. 1-2 ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് കരിന്തണ്ടന്റെ കഥയറിയാം. നിങ്ങൾക്ക് അതൊരു മിത്താണെന്ന് എനിക്ക് പറയാൻ കഴിയും. ഇപ്പോൾ പറഞ്ഞാൽ 10-25 വർഷം കഴിഞ്ഞാൽ കരിന്തണ്ടൻ എന്ന് പറയുന്നത് കഥാപാത്രങ്ങളുടെ ജീവിച്ചിട്ടില്ല, അത് മിത്താണ്, അത് 70-കൾക്ക് ശേഷം രൂപപ്പെട്ട ഒന്നാണ് എന്ന് പറയാൻ പ്രയാസം നേരിടും. ഇതൊക്കെ നമ്മുടെ വിശ്വാസങ്ങളുടെ തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഓരോന്നും ചരിത്രത്തിലുള്ള ഓരോന്നും പുഞ്ചവയിലെ മനോഹരമായ 2 ശിലാക്ഷേത്രങ്ങൾ, അത് ഇത്രയും കാലം നമ്മൾ പറഞ്ഞ ജൈന വസ്തുക്കൾ, പുഞ്ചവയിലെ ജൈന വസ്തുക്കളാണ്. അവർ ജൈന വസ്തുക്കളല്ല, വൈഷ്ണവ ക്ഷേത്രങ്ങളാണ് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ രൂഢഫലമായ ചില ധാരണകൾ അത്ര പെട്ടെന്ന് നമുക്ക് തിരുത്താൻ കഴിയില്ല, അത്ര പെട്ടെന്ന് അംഗീകരിക്കപ്പെടണമെന്നില്ല. തിരുവനന്തപുരം വയനാട്ടില് പുരാവസ്തു വകുപ്പിന്റെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വലിയ സംഘം വയനാട്ടിൽ കുഞ്ഞോത്ത് സർവേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞോത്ത് പുരാതത്വ സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ അന്വേഷിക്കുന്ന ഒരു മേഖല ഈ ഉണ്ണിയച്ചി ചരിത്രത്തിലൊക്കെ പറയുന്ന തിരുമരുന്നൂർ എന്ന് പറയുന്ന ദേശം കുഞ്ഞോമാണ്. ഇതാണ് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം. അത് മുണ്ടക്കൈ പറയുന്ന ചരിത്രകാരൻ അദ്ദേഹം
ഭാഷയുടെ ഭാവനയിൽ സൃഷ്ടിച്ചെടുത്ത ഒന്നാണ്. അതിനപ്പുറം തിരുമരുന്നൂർ എന്ന് പറയുന്ന ഒരു ദേശഭാവനക്കപ്പുറം ഉണ്ടായിട്ടില്ല. നമുക്ക് ചർച്ച ചെയ്യാൻ സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് രാഘവാരന്മാരെന്നുപോലെ വരദൂരുമല്ല, ഇവിടെയുമല്ല. അങ്ങനെ സ്ഥാപിക്കാൻ പറ്റിയ തെളിവുകൾ നന്നേ പരിമിതമാണ്. ഉണ്ടെന്നാകിലും അതിനപ്പുറത്ത് നമുക്ക് മറുവാദങ്ങൾ ഉന്നയിക്കാൻ സാധിച്ചു. ഇതാണ് ചരിത്രത്തിന്റെയും പ്രാദേശിക ചരിത്രത്തിന്റെയും ചരിത്ര രചനയുടെയും ഒക്കെ ഒരു പ്രശ്നം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഭാഷയിലേക്ക് വരുമ്പോൾ ഭാഷയ്ക്ക് നമ്മൾ ഓരോ കാലഘട്ടത്തിലെയും ഭാഷയുടെ ഇതളുകൾ അടരുകൾ ഇങ്ങനെ വേർപ്പെടുത്തി നോക്കുകയാണെങ്കിൽ നമുക്ക് സവിശേഷമായ പലതും കണ്ടെത്താൻ കഴിയും. ഓരോ നമ്മുടെ ചരിത്രം അത്രയും അല്ലെങ്കിൽ അതെല്ലാം ഉൾക്കൊള്ളുന്നത് നമ്മുടെ ഭാഷയ്ക്കാണ്, സംശയമൊന്നും വേണ്ട. സാധാരണ നമ്മൾ എളുപ്പത്തിൽ കുട്ടികളെ കൊണ്ട് പണ്ട് രണ്ടുപേരെ കൂട്ടി എഴുതിച്ചൊരു വാക്യമുണ്ട്. എന്താ പഴഞ്ചൊല്ലിനെ കുറിച്ച് പറയുമ്പോൾ പഴഞ്ചൊല്ലിൽ പതിരില്ല, പഴഞ്ചൊല്ലിൽ പതിരില്ല. പരിശോധിച്ച് നോക്കിയാൽ ഏറെയും പതിരാണ്. കാരണം എന്താ? അത് ഓരോ കാലഘട്ടത്തിലെ വിശ്വാസമാണ്. പുരുഷ മേധാവിത്വത്തിൽ അധിഷ്ഠിതമായ, ജാതി മേൽക്കോയ്മയിൽ അധിഷ്ഠിതമായ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട പഴഞ്ചൊല്ലുകളിൽ അതിന് പ്രശ്നങ്ങളുണ്ടാവും. ചെറുമന് എന്താണ് അധികാരം കിട്ടിയതുപോലെ കേട്ടിരുന്നു. എന്താ ചെറുമൻ അധികാരം കിട്ടിയതുപോലെ? ചെറുമൻ എന്ന് പറയുന്നത് ജാതി ശ്രേണിയിൽ മാറ്റി നിർത്തപ്പെട്ട കീഴാളമാർഗത്തിലേക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗമാണ്. അവൻ ഒരിക്കലും അധികാരം കിട്ടിക്കൂടാ. അധികാരം മറ്റാർക്കോ കിട്ടേണ്ടതാണ്. കൃത്യമായ ജാതി ശ്രേണി അല്ലെങ്കിൽ ദൈവ വിരുദ്ധത അതിനടയാളപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട് അല്ലേ? പെണ്ണും മണ്ണും തല്ലിയാലേ നന്നാകും. കേട്ടിട്ടുണ്ട്. ആരുണ്ടാക്കിയിട്ടില്ലായിരിക്കും.